ഒരു കേസിൽ പ്രതിയായാൽ പിടിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചാനലുകൾ അവതരിപ്പിക്കുന്ന പുതിയൊരു ചിത്രങ്ങളുണ്ട്. ഒരു പത്രത്തിന്റെ തലക്കെട്ട് ഭീകരവാദികളെ നേരിടാൻ എന്ന മട്ടിലുള്ള ഓപ്പറേഷനാണ്. യഥാർത്ഥത്തിൽ ഇതിനു മുമ്പൊക്കെ ഈ പത്രമാധ്യമങ്ങളിൽ എഴുതുന്നവർ എവിടെ പോയി? ചാനലുകളിൽ ചർച്ച ചെയ്യുന്നവർ എവിടെ പോയി? ഒരു കേസിൽ പ്രതി, ആ പ്രതിയെ പിടിക്കുന്നു. പ്രതിയെ പിടിക്കുന്നത് രാവിലെ ആവുമ്പോൾ ആ അറസ്റ്റിനെതിരായി പോലീസും മറ്റുള്ളവരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി സമർത്ഥമായി വീട്ടിൽ നിന്ന് രാത്രിയോ രാവിലെയോ പിടിക്കുന്നത് ഇതൊരു ആദ്യത്തെ സംഭവമല്ല. പക്ഷേ ആ ക്രിമിനലായ ഒരു ആള് വിദ്യാർത്ഥി സംഘടനയുടെ നേതൃനിരയിൽ നിൽക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് പ്രശ്നം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയോ യുവജന പ്രസ്ഥാനത്തിൻ്റെയോ നേതൃനിരയിൽ എത്തുന്നതിന് വ്യാജരേഖയുണ്ടാക്കി സ്വന്തം സഹപ്രവർത്തകരുടെ പേരിലുള്ള ഇലക്ഷൻ കമ്മീഷന്റെ കാർഡ് പോലും വ്യാജമായി ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വ്യാജമായ വിജയം കരസ്ഥമാക്കിയവർ ഇന്ന് ധീരജിനെ പോലുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികളുടെ ജീവൻ ഇല്ലാതാക്കിയതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലയാണ് നാം തിരിച്ചറിയേണ്ടത്. ആ പ്രചാരവേല നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു. ഇപ്പോ നമ്മുടെ നാട്ടിൽ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിരവധി പ്രവർത്തകന്മാർ UDF ഭരണകാലത്ത് വേട്ടയാടപ്പെട്ടവരാണ്, കൈകൾക്ക് വിലങ്ങ് വെച്ച് നടത്തിയവരാണ്, ജയിലിൽ അടക്കപ്പെട്ടവരാണ്, അടിയേറ്റവരാണ്, തലയിൽ ഒരുപാട് തുന്നുകൾ ഇപ്പോഴും ശേഷിപ്പുള്ളവരാണ്. അങ്ങനെയുള്ള നിരവധി വിദ്യാർത്ഥി പ്രവർത്തകന്മാരിൽ 34 പേരുടെ ജീവൻ അപഹരിച്ച ആളുകളാണ് SFIക്കെതിരായി അപവാദങ്ങൾ പറയുന്നത്. SFI പ്രവർത്തകന്മാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരായ നിരവധി പേരാണ് RSSും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ ജീവനില്ലാതാക്കിയത്. അങ്ങനെയെല്ലാം ചെയ്യുന്നവർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേല കാണുമ്പോൾ, അവരെ സഹായിക്കുന്ന പ്രചാരകന്മാരുടെ പ്രവർത്തനം കാണുമ്പോൾ നാം തിരിച്ചറിയണം, കൊള്ളരുതായ്മകൾക്കെല്ലാം നേതൃത്വം കൊടുത്തവരാണ് ഇക്കൂട്ടർ. അവരാണ് SFIക്കും മറ്റിതര പ്രസ്ഥാനങ്ങൾക്കും എതിരായിട്ടുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയണം.